മലപ്പുറം DCC ജനറൽ സെക്രട്ടറി ബീന ജോസഫുമായി ചർച്ച നടത്തി BJP. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ബീനയുമായി സംസാരിച്ചു. പാർട്ടിയിലേക്ക് ക്ഷണിച്ചെന്ന് ബീന അറിയിച്ചു. ബീന ജോസഫ് ഇപ്പോൾ VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, BJPയിലേക്ക് തനിക്ക് ക്ഷണം കിട്ടിയെന്ന് ബീന ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. മലപ്പുറം DCC ജനറൽ സെക്രട്ടറിയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് ഈ ചർച്ച. ഇപ്പോൾ VD സതീശനുമായി ബീന ജോസഫ് സംസാരിക്കുകയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? സുജ, ഇപ്പോൾ VD സതീഷിനെ കാണാൻ വേണ്ടി ബീന ജോസഫ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബീന ജോസഫ് ഉള്ളത് VD സതീഷ് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് നിൽക്കുന്ന ഈ ഹോട്ടൽ റൂമിൽ തന്നെയാണ്. ഇപ്പോൾ അവൾ പുറത്ത് നിൽക്കുകയാണ്. അവർ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അവരിപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് തോന്നുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം MT രമേശ് മഞ്ചേരിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. ആ സമയത്താണ് അഡ്വക്കേറ്റ് ബീന ജോസഫുമായി വ്യക്തിപരമായി സംസാരിക്കുകയും അവിടെ അതിനുശേഷം അവരോട് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. പാർട്ടി BJPയും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ബീന ജോസഫിനെ കണ്ടു എന്ന് MT രമേശും സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ പാർട്ടി BJPയിലേക്ക് ക്ഷണിച്ചു എന്നുള്ള കാര്യവും പറയുന്നു. പക്ഷേ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബീന ജോസഫ് പ്രതികരിക്കുന്നത്. മലപ്പുറം DCC ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ബീന ജോസഫ് ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഓഫീസിലേക്ക് വന്നതാണ്. ഞാനൊരിക്കലും അദ്ദേഹം വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കൂടെ വേറെ വക്കീലുണ്ട്. അദ്ദേഹമാണ് എന്നോട് അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. അദ്ദേഹത്തോട് സംസാരിച്ചു. കൂടെ പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാനപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അത്രേ ഉള്ളൂ. നോക്കൂ, അത് നമ്മുടെ വക്കീൽ ഓഫീസിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം. ഞാൻ അതിനകത്ത് ഒരിക്കലും അതൊരു സീക്രസി നമ്മൾ പാലിക്കണം, ഞാൻ പ്രൊഫഷണലി നമ്മൾ പാലിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്താ സംശയം ഇരിക്കുന്നേ? ഞാൻ മാറിയിട്ടില്ലല്ലോ. ഓഫർ വന്നിരുന്നു. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി അവിടെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടല്ലേ വരിക. അത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണോ ആഗ്രഹിച്ചിരുന്നത്? അല്ലാതെ പിന്നീട് പിന്നീടൊരു തുടർച്ചയായിട്ട് ചർച്ച എന്തെങ്കിലും നടന്നോ? അതിന് ശേഷം എന്തെങ്കിലും അവർ കോൺടാക്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ BJP നേതാക്കൾ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഇനി അവർ ഗോദയിലേക്ക് ഇറങ്ങാൻ പോവാണ്. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനോട് ചില ദൗത്യങ്ങൾ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അതുമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് ജയിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. അതും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. രമേശ് ക്ഷണിച്ചപ്പോൾ തന്നെ നിരസിച്ചിരുന്നോ? ക്ഷണം നിരസിച്ചോ? ആ സമയത്ത് തന്നെ അദ്ദേഹം ക്ഷണിച്ചിരുന്നു. രമേശിന്റെ ഭാര്യ ഇവർ സഹപ്രവർത്തകരാണ്, വക്കീലന്മാരാണ്. ആ ബന്ധമല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. അദ്ദേഹം ക്ഷണിച്ചപ്പോൾ നിരസിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം ക്ഷണിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ വീണ്ടും പറയുന്നു, ആസ് ആൻ അഡ്വക്കേറ്റ് നമുക്ക് നമ്മുടെ ഓഫീസിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്കത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് ചെയ്യാൻ ശരിയല്ല. ഞാൻ പ്രൊഫഷനകത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു വെറും വക്കീലായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. 27 വർഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ത് പറഞ്ഞു? തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കാൻ, കൂടെ ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു. ഈ വിഷയം ചർച്ചയായി, വിവാദം ചർച്ചയായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത്രയേ ഉള്ളൂ. അല്ലല്ലോ, അല്ല ഇനി ഞാൻ ചോദിച്ചത് ഇപ്പം ആരൊക്കെയാണ് ഇറങ്ങി നമ്മൾ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ മറ്റേ കുടുംബയോഗങ്ങളും കാര്യങ്ങളൊക്കെ വരണമല്ലോ. വരുന്ന സമയത്തല്ലേ ഇറങ്ങുക. പ്രവർത്തനങ്ങളുണ്ടല്ലോ വിസിബിൾ ആയിട്ട്. താങ്ക് യു. അപ്പോൾ കൂടുതൽ കഥയ്ക്കുള്ള സാധ്യതയില്ല എന്നുള്ളത് നൗഷാദ് സമ്മതിക്കുന്നു. പക്ഷെ മത്സരിക്കാനൊക്കെ താല്പര്യമുള്ള ഒരു നേതാവാണ്. നന്നായി സംസാരിക്കുന്നുണ്ടല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും സുജ കഴിഞ്ഞ 10 വർഷമായി DCC ജനറൽ സെക്രട്ടറിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ മഞ്ചേരിയിൽ ഭാസ്കരപിള്ള അനുസ്മരണത്തിന് വേണ്ടി MT രമേശ് വരികയും MT രമേശ് ബീന ജോസഫിൻ്റെ വീട്ടിൽ മറ്റൊരു അഭിഭാഷകനോടൊപ്പം എത്തുകയും ചെയ്തു. ആ സംസാരത്തിനിടയിൽ MT രമേശ് പാർട്ടിയിലേക്ക് കുറേ കാലമായി DCC ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്നു. പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വമൊന്നും കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും BJPയിലേക്ക് വരുന്നോ? കാരണം കൂടുതൽ ക്രിസ്ത്യൻ നേതാക്കന്മാർ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അനിൽ ആൻ്റണിയൊക്കെ BJPയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ BJPയിലേക്ക്
സ്ഥാനാർത്ഥികൾ നേതാക്കന്മാരൊക്കെ കോൺഗ്രസിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലൊരു ചോദ്യം അൺഒഫീഷ്യൽ, അത് പാർട്ടി നിയോഗിച്ചൊന്നുമല്ല, ആ സംസാര മധ്യത്തിൽ ചോദിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടുന്ന വിവരം. സ്വാഭാവികമായിട്ടും അതിന് അവർ ആ സമയത്ത് ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അത് വലിയ ചർച്ചയാവുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ തന്നെ ബീന ജോസഫിൻ്റെ പേരൊക്കെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ വിഷയം ചർച്ചയാവുന്നു. ക്രൈസ്തവ സഭയുമായിട്ടൊക്കെ വലിയ ബന്ധം പുലർത്തുന്ന ഒരു പ്രാദേശികമായിട്ടെങ്കിലും പ്രവർത്തിക്കുന്ന നേതാവാണ് ബീന ജോസഫ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പേര് ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് ഇത് വീണ്ടും ചർച്ചയാവുന്നത്. ഏതായാലും BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നതിനിടയിലാണ് പെട്ടെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ടിടപെട്ട് നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ വനിതാ നേതാവുമായി ചർച്ച നടത്തിയെന്ന വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ ആ വാർത്ത ചർച്ചയായതോടുകൂടി പ്രതിപക്ഷ നേതാവ് അവരെ വിളിപ്പിക്കുന്നു, അവരുമായി സംസാരിക്കുന്നു. ആരുടെ ശൗക്കത്തിന് വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങാൻ അവരോട് നിർദ്ദേശിക്കുന്നു. കുടുംബയോഗങ്ങളിലൊക്കെ ആയിരിക്കും ബീന ജോസഫ് സജീവമായിട്ട് വരിക എന്ന് വേണം കരുതാൻ. എന്തായാലും DCC ജനറൽ സെക്രട്ടറി ബീന ജോസഫിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു.